മെയ് 7th, ഈസ്റ്ററിൻ്റെ 6ാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. യോഹന്നാൻ 16-ാം അധ്യായം 5 മുതൽ 11 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നു, ആത്മാവ് വരുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഈ വാക്യത്തിൽ രക്ഷിക്കപ്പെടാത്ത ലോകവുമായി ബന്ധപ്പെട്ട് ആത്മാവ് നിർവഹിക്കുന്ന 3 ശുശ്രൂഷകളെ നാം കാണുന്നു. അവൻ ലോകത്തെ കുറ്റപ്പെടുത്തും, അതായത് അവൻ അതിനെ ശാസിക്കും, അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കും. ഈ ശാസന ലോകത്തിന് ആവശ്യമുള്ള 3 മേഖലകളെ ലക്ഷ്യമിടുന്നു: പാപം, നീതി, ന്യായവിധി. യേശു ഇവയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പാപത്തെക്കുറിച്ച്, അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ. നീതിയെ സംബന്ധിച്ച്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു, നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. ന്യായവിധിയെ സംബന്ധിച്ചിടത്തോളം, കാരണം ഈ ലോകത്തിൻ്റെ അധിപൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ലോകം പാപപൂർണമായ സ്ഥലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കടമകളിലൊന്ന് ലോകത്തെ അതിൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നതാണ്. പാപിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എത്ര പ്രസംഗിക്കുകയോ യാചിക്കുകയോ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യുന്നതൊന്നും പാപത്തിൻ്റെ ബോധ്യം കൊണ്ടുവരില്ല. സൃഷ്ടിക്കുക എന്നത് ആത്മാവിൻ്റെ ജോലിയാണ്. ലോകം കുറ്റക്കാരായ ഏറ്റവും അടിസ്ഥാനപരമായ പാപം എന്താണ്? യേശു അതിനെ അവിശ്വാസമായി വ്യക്തമാക്കുന്നു. ലോകവും നീതിയെക്കുറിച്ചും ബോധ്യപ്പെടണം. ഇതും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. സമ്പൂർണ്ണ സത്യത്തിൻ്റെ ലോകത്തിൻ്റെ ഷാഢ്യ നിഷേധത്തിനിടയിലും നാം എല്ലാവരും മുറുകെ പിടിക്കുന്ന ഒരു നീതിനിഷ്ഠമായ നിലവാരമുണ്ട്. ആ നീതിയുടെ മാനദണ്ഡമായി യേശു സ്വയം ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പാപരഹിതമായ പൂർണ്ണതയുടെ ജീവിതം നയിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ: നമ്മുടെ മധ്യസ്ഥനായി ജീവിക്കുന്ന മനുഷ്യപുത്രൻ. ഇനി ന്യായവിധിയെക്കുറിച്ച്. പരിശുദ്ധാത്മാവ് ഈ സത്യത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കണക്കെടുപ്പിൻ്റെ ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധനായ ദൈവം നീതി നടപ്പാക്കുകയും അവൻ്റെ സൃഷ്ടിയെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം. വാസ്തവത്തിൽ ഈ വിധി ഇതിനകം ആരംഭിച്ചിരിക്കുന്നു. ന്യായവിധി വീണത് സാത്താനെയാണ് എന്ന് യേശു തിരിച്ചറിയുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൻ്റെ ഭരണാധികാരി പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനെ നിരസിക്കുകയും
പാപത്തിൽ തുടരുകയും ചെയ്യുന്ന എല്ലാവരും സാത്താനോടൊപ്പം ശിക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടാത്തവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു മുന്നറിയിപ്പാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ വിശ്വസ്ത സ്നേഹത്തിനും സാന്നിധ്യത്തിനും ഇന്ന് നമുക്ക് നന്ദി പറയാം. ഈ മഹത്തായ സമ്മാനം നിസ്സാരമായി എടുക്കുന്നത് വളരെ എളുപ്പമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ വരവിനായി നമുക്ക് കണ്ണും ഹൃദയവും തുറന്നിരിക്കാം. ജാഗരൂകരായിരിക്കുക, അവൻ തീർച്ചയായും വരും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.